ഈ ചിത്രം ഇറാനിൽ നടക്കുന്നൊരു സംഭവമാണ്. ഒരു അച്ഛനെ തൂക്കിലേറ്റാൻ വേണ്ടി ഭരണകൂടം ചെയ്യുന്നത്. വലിയ കുറ്റമൊന്നുമില്ല, രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുക എന്നുള്ളതാണല്ലോ. അപ്പോ അച്ഛൻ തൂക്കിലെ മകൾ വന്നു നിന്നപ്പോൾ മകളെ വിഷമിപ്പിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് കൈയണിക്കുന്ന ഒരു സീനാണ്. അല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു ചിത്രമായിപ്പോയി. അതുപോലെ തന്നെയാണ് വേറൊരു ചിത്രം കൈ കിട്ടിയത്. അതില് കുറെ പേരെ തൂക്കിക്കൊല്ലുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ, അവര് വേറെ കുറ്റമൊന്നും ചെയ്തതൊന്നുമല്ല. അവരെ തൂക്കിക്കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രെയിനിലാണ്. അങ്ങനെ ഇപ്പൊ ശ്വാസം മുട്ടിയാണ് ചാവുക. സാധാരണ തൂക്കിക്കൊലയൊക്കെ ചെയ്യുന്നത് ഒരു പിടിച്ചെടുത്ത് കഴുത്തില് കയറിട്ടിട്ട് ഒരു താഴെയുള്ള അതങ്ങോട്ട് തട്ടി മാറ്റും. അപ്പോൾ ഒരു വീഴ്ചയാണ്. ആ വീഴ്ചയിൽ കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞ് പെട്ടെന്ന് മരണം സംഭവിക്കും. പക്ഷെ ആ കുരുക്ക് ശരിയല്ലെങ്കിൽ കിടന്ന് പടഞ്ഞ് ശ്വാസം മുട്ടി. അപ്പൊ അങ്ങനെ ക്രൂരമായി കൊല്ലുക എന്നുള്ളതാണ് ഇറാനിയൻ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് പൊതുവെ. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീനെ ഇതുപോലെ ചെയ്തിട്ട് കഴുത്തിൽ കുരുക്കില് ഇട്ട് കിടന്ന് പിടയ്ക്കണത്. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ക്രൂരതകൾ ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇപ്പൊ മരിച്ച നമ്മുടെ ഹസൻ ഇബ്രാഹിം റൈസി. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മളിപ്പോ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇറാൻ പ്രസിഡൻറ്റിൻ്റെ ഹെലികോപ്റ്റർ ക്രാഷ്. അദ്ദേഹം 2 ഹെലികോപ്റ്ററുകളിലെ അകമ്പടിയായിട്ട് ഒരു ഡാം ഉദ്ഘാടനം ചെയ്ത്, അസർബൈജാൻ ബോർഡറിൽ ഒരു ഡാം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോകുന്ന വഴി അദ്ദേഹം മലയിടുക്കുകളിൽ ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്തിട്ട് അദ്ദേഹം മരിച്ചെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയെ അതെങ്ങനെ ബാധിക്കും, ലോകത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു അത് മാത്രമല്ല, ഇത് ആരെങ്കിലും അട്ടിമറി ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രശ്നം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ അട്ടിമറി ഉണ്ടോ ഇല്ലയോ. അപ്പോൾ നമ്മളിപ്പോൾ യാതൊരു സൂചനയും അട്ടിമറിയുടെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഹൈടെക് ഉപയോഗിച്ച് ഏതെങ്കിലും രാജ്യം ചെയ്തതാണോ എന്നും അറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ചെയ്തതായിട്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട്. സാധാരണ അവർ ചെയ്യാറില്ല. അതും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹെലികോപ്റ്റർ ആക്സിഡൻ്റ് അങ്ങനെയായിട്ടാണ് ഇപ്പോൾ ജനറലി വിലയിരുത്തേണ്ടത്. വെറുതെ ഊഹാപോഹങ്ങളുടെ ആരെങ്കിലും ചെയ്തതായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ജനറൽ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ ഊട്ടിയിൽ മരിച്ചത് ഈ സന്ദർഭത്തിൽ എല്ലാവരും സ്മരിക്കുന്നുണ്ട്. അത് അട്ടിമറിയായിരുന്നോ, ചൈനയായിട്ടുള്ള യുദ്ധത്തിന് അദ്ദേഹം ഉത്തരവാദിയായതുകൊണ്ട് ചൈനയെ തോൽപ്പിക്കുന്നതിനും അദ്ദേഹം ഒരുപാട് രാഷ്ട്രസേവനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെ ശത്രുക്കളുണ്ടായിരുന്നു, അവരാരെങ്കിലും ചെയ്ത പണിയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഓരോ അപകടത്തിൻ്റെ പിറകിലും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് ആരെങ്കിലും ചെയ്തതാണോ എന്ന് കുഴപ്പമുണ്ടാകും. പണ്ടാണെങ്കിൽ ശീതസമര കാലത്താണെങ്കിൽ റഷ്യയും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഇത്. ഒരു അടുത്തൊരു അട്ടിമറികളും കൊലപാതകങ്ങളും ഇതൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. റഷ്യൻ ചേരിയിലുള്ളവർ, അതുപോലെ അമേരിക്കയിലെ CIA, റഷ്യയിൽ KGB. ഇപ്പോൾ KGB ഇല്ല, റഷ്യ എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അത്. അപ്പോൾ ഇന്നിപ്പം സോവിയറ്റ് യൂണിയൻ ഇല്ല. CIA എത്രത്തോളം ആക്റ്റീവാണെന്ന് ഇപ്പോൾ ആരും വർത്തമാനം പറയുന്നുമില്ല. അവരെല്ലാം ആക്റ്റീവാണെന്ന് തോന്നും. അതിനിടയ്ക്കാണ് എന്തായാലും അവസാനം ബിൻ ലാഡനെ വധിച്ച് അമേരിക്ക ഹൈടെക് ഗ്രൗണ്ട് ആക്ഷനും ഉപയോഗിച്ചിട്ട് വധിച്ച് എല്ലാവർക്കും അറിയാം. അത് അമേരിക്കയിൽ ബോംബ് ചെയ്തിട്ട് പോയതിൻ്റെ പ്രതികാരം. അവർ കൊല്ലുമെന്ന് പറഞ്ഞ് കൊന്നു. അവർ പാകിസ്ഥാനിൽ പോയി ഒളിച്ചിരുന്നിട്ടൊന്നും, അബോട്ടാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ടൊന്നും അതൊക്കെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അതുപോലെ പല രാജ്യങ്ങളിലെ ഹെഡ്സിനെയും ഇവർ കൊന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെയുള്ള ശത്രുക്കളുടെ സഹായത്തോടെ അല്ലാതെയും കൊന്നിട്ടുണ്ട്. ഇപ്പം ഗദ്ദാഫിനെ കൊന്നത്
അതുപോലെ സദാം ഹുസൈനെ കൊന്നത്. അങ്ങനെ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. അമേരിക്ക ആവശ്യമില്ലാണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലും ഇവിടെ നിന്ന് വന്ന് ഇടപെടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവർ ഇടപെട്ടു, യുദ്ധം അവസാനിപ്പിക്കാൻ അവരുടെ ഇടപെടൽ സഹായകരമായി യൂറോപ്പിൽ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കണേ. എന്നാലും അവർ അവസാനം ജപ്പാനിൽ കൊണ്ടുപോയി ബോംബിട്ടതും ഇതെല്ലാം വളരെ ഭീകരമായിപ്പോയി. ഹിറ്റ്ലർ കൃത്യങ്ങൾ കാരണം ഹിറ്റ്ലർ തോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അമേരിക്കന് ഇടപെടൽ ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടതോടുകൂടി ആ ഒരു മോറൽ സ്റ്റാൻഡ് അവരുടെ ഇല്ലാണ്ടായി. തെറ്റാണ് അവർ ചെയ്തത്. അവർക്ക് വേണമെങ്കിൽ അടുത്തൊരു കടലിലോ മറ്റോ പരീക്ഷണം നടത്തി ജപ്പാനെ ഒന്ന് പേടിപ്പിച്ചാൽ തന്നെ കീഴടങ്ങിയേനെ. അത്രയും അനുഭവം ആദ്യമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടൊരു ജനതയുടെ തലയെ കൊണ്ടിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ജനതയല്ലേ ഇടുന്നത്. ഇത് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന ഒരു ഈ പറഞ്ഞ മാതിരി പ്രസിഡൻറ്റുകളുടെ ഒക്കെ തീരുമാനങ്ങളാണ്. അന്ന് പ്രസിഡന്റ് ട്രൂമാനൊക്കെയാണ് എന്ന് പറഞ്ഞൊരാളാണ് ഇതിന് ജപ്പാനിലാണ് ബോംബിട്ടത്. അപ്പോൾ അതിപ്പോൾ അമേരിക്കക്കാരെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഓരോ കൊലപാതക യുദ്ധങ്ങളിലും അതിൽ ഭരിക്കുന്ന കുറേ ഏകാധിപതികളും അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിൻ്റെയും പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള അവരുടെ ഐഡിയോളജിയും ഒരു അതിൻ്റെ ഉത്തരവാദിത്വം ഷെയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, ജൂതന്മാർ ഈ മൂന്ന് കൂട്ടരാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. പിന്നെ ഉക്രൈൻ, റഷ്യ എന്നും പറഞ്ഞുകൊണ്ട് അതും ഈ പറഞ്ഞ പുച്ചിൻ്റെ ഒരു ഭ്രാന്തമായ കടുംപിടുത്തം കാരണമാണ് അവിടെ ഈ യുദ്ധം നടക്കുന്നത്, ഉക്രൈനായിട്ടുള്ള യുദ്ധം. അവിടെയും പതിനായിരക്കണക്കിന് പേര് മരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ബോംബുകളും മിസൈലുകളും ഒക്കെ വയ്ക്കുന്നുണ്ട്, ഭീഷണിയുണ്ട്. ഇവരെല്ലാം കൊച്ചു പിള്ളേർ സ്കൂളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കണ മാതിരിയാണ് ഇടിക്കുന്നത് രാഷ്ട്രത്തലവന്മാർ. ഇവരൊക്കെ പക്വതയോടുള്ള സമീപനമല്ല, ചെറിയ തെരുവ് ഗുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണ മാതിരി. നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമകളൊക്കെ ഇതിനേക്കാൾ അതൊക്കെ ഓർക്കുമ്പോൾ എത്രയോ ഭേദം. അപ്പോൾ അതേ ഒരു നിലവാരമൊക്കെ തന്നെ ഇവർക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെറുതെ ഈഗോൻ്റെ പേരിലാണ് പുടിൻ യുക്രൈനിൽ ആക്രമിച്ചത്. അപ്പോൾ നമ്മൾ ഇബ്രാഹിം റൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് ആണോ അതോ സാധാരണ ആക്സിഡൻ്റ് ആയിരുന്നോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല. കാരണം 40 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിലാണ് പോയത്. പക്ഷെ എന്തുകൊണ്ട് കൂടെയുള്ള 2 വിമാനങ്ങൾ അറിഞ്ഞില്ല ഈ മൂന്നാമത്തെ വിമാനം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ റൈസി നല്ലവനായിരുന്നോ ചീത്തവനായിരുന്നോ എന്ന ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഏതായാലും ഇന്ത്യ ഇറാൻ്റെ പ്രസിഡന്റ് മരിച്ചതിൻ്റെ ആദര സൂചകമായിട്ട് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ പതാക താഴ്ത്തിക്കെട്ടാനാണ് ഒരു ദുഃഖാചാരം നടത്താനാണ് തീരുമാനിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള അല്പം ഇഞ്ചി കടിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാര്യം ഒരുപാട് പേരെ കൊന്നിട്ടുള്ളതായിട്ടാണ് റൈസിക്കെതിരായിട്ടുള്ള വിമർശകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ കേസ് നമുക്കറിയാം. ഹിജാബ് ഇട്ടില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അവിടുത്തെ മത പോലീസ് ഷിയ മുസ്ലിംസ് എന്നുള്ളതാണ് ഇറാനിൽ ഭൂരിപക്ഷം. അവരാണ് റൈസി, ഇവരൊക്കെ അവരുടെ ഭരണകൂടമാണ് റൈസിയുടെ. അപ്പോൾ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മത പോലീസ് എന്ന് പറഞ്ഞിട്ട് ഹിജാബൊക്കെ ഇടാത്ത പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക, ഇടി കൊടുക്കുക, അതൊക്കെയാണ് ഇവരുടെ പരിപാടി. മതനിയമങ്ങൾ അവരെ കൃത്യമായി നടപ്പിലാക്കുക. അതുപോലെ ഇറാൻ, നമ്മളിപ്പോൾ പാകിസ്ഥാനിൽ ഷിയ പള്ളികളിൽ ബോംബിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അപ്പോൾ വായിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഒരു സ്കൂൾ ഇവർ ബോംബിട്ട് തകർത്തു, ഒരുപാട് കുട്ടികൾ മരിച്ചതായിട്ട് ഒരിക്കൽ റിപ്പോർട്ട് വന്നു. അത് വളരെ ദാരുണമായ സംഭവമായിട്ടാണ് മനസ്സിലായത്. ഷിയ സുന്നി മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വെള്ളപ്പള്ളിയും സുമാനും തമ്മിലുള്ള വഴക്ക് പോലെയൊന്നും അല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചീത്ത പറയുക ഇതൊക്കെ ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കും. മറ്റേതല്ല,
സാക്ഷാൽ ബോംബാണ് ഇടുന്നത്, കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും അവർക്ക് മടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ശത്രുക്കളാണ് അവർ തമ്മിൽ. അപ്പോൾ അവർ അവിടെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാനിലൊക്കെ. അപ്പോൾ അതിലൊക്കെ ഇറാൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് അവരൊക്കെയാണല്ലോ ഷിയ. ലോകത്തുള്ള എല്ലാ ഷിയകളെയും രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ഷിയ സ്ട്രോങ് ആയിട്ടുള്ള നേഷൻസ്. അപ്പോൾ ഇത് ഇറാൻ ഷിയ മുസ്ലിം രാജ്യമായത് പിടിച്ചെടുത്തിട്ടാണ്. ഒരു ഷാ റസ പഹ്ലവി എന്ന് പറഞ്ഞൊരു മതേതരനായൊരു ആളായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നവിടെ ഹിജാബൊന്നും വേണ്ട, പെണ്ണുങ്ങൾ ഹിജാബൊന്നും ഇടൊന്നും വേണ്ട, ഇത്ര ഇങ്ങനത്തെ കടുത്ത നിയമങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി വെസ്റ്റേണൈസ്ഡ് സംസ്കാരമായിരുന്നു. അവരെല്ലാം വെച്ചിട്ടാണ് ഇവരും മത നേതാക്കൾ കയറി പിടിച്ചെടുത്തിട്ട് അയത്തുള്ള ഖൊമേനിയും കൂട്ടരെല്ലാം കൂടി ആക്കി. അപ്പോൾ ലോകത്തുള്ള എല്ലാ ഷിയ സുന്നി എന്ന പറയിൽ ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഏതെങ്കിലും ബോംബൊക്കെ പൊട്ടിയാൽ നമ്മൾ കേൾക്കാം ഹിസ്ബുൾ മുജാഹിദ് എന്ന സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും സംഘർഷങ്ങളാണ് അവർ. അത് മുസ്ലിങ്ങളോട് വെറുപ്പ്, ഷിയകൾക്ക് സുന്നികളോട് വെറുപ്പ്, സുന്നികൾക്ക് ഷിയകളോട് വെറുപ്പ്, പിന്നെ ഇവർക്ക് രണ്ട് കൂട്ടർക്കും കൂടി ജൂതന്മാരോട് വെറുപ്പ്, പിന്നെ മുസ്ലിം മതം ഒക്കെ എല്ലാവരോടും വെറുപ്പ്, ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും എല്ലാം വെറുപ്പ്. ഇങ്ങനെ വെറുപ്പിൻ്റെ ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അതായത് ആഘോഷിച്ചവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, അവർ പറഞ്ഞവർ ആയുധങ്ങളൊക്കെ കൊണ്ട് ആളെ കൊല്ലുക, ശിക്ഷിക്കുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ശരിയ അനുസരിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് ഭയങ്കര വധശിക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് അഡൾട്ടറി എന്ന് പറഞ്ഞത് അതിപ്പോൾ പഴയ പുസ്തകം ബൈബിള് നോക്കിയാലും ഇതൊക്കെ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഖുർആനിലും അത് മരുഭൂമി മതങ്ങളുടെ എല്ലാം പൊതുവായ സ്വഭാവമാണ്. പെണ്ണുങ്ങൾ എന്താ പറയുക, കല്യാണം കഴിച്ച് അടങ്ങി മര്യാദയ്ക്ക് ഇരുന്ന് അത് അപ്പുറത്ത് വേറെ ആണുങ്ങളുടെ കൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഭയങ്കര ശിക്ഷയാണത്. പിന്നെ കൈ വെട്ടുക, എറിഞ്ഞു കൊല്ലുക, അതുപോലെ പല വിധത്തിലെ കൊലപാതകങ്ങൾ ഒക്കെയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാമല്ലോ. ഇവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്ക് ഈ എണ്ണ ഉണ്ടായതുകൊണ്ട് അവരെ ആശ്രയിക്കാതെ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല. എണ്ണ മുഴുവൻ അവർ അതിൻ്റെ കീഴിലായതുകൊണ്ട് ഇന്ത്യക്കും അവരെ ആശ്രയിച്ച് അവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ 70കളിലാണ് ഈ കാറ് ഇല്ലാണ്ട് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായത്. അപ്പോൾ കാർ ഓടണം, അതുപോലെ ഗ്യാസ് വേണം, മറ്റേ നമുക്ക് അടുപ്പൊക്കെ മതി. ഈ ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യണ്ട. ഇത് അമേരിക്കൻ സ്റ്റൈലിൽ കാർ ബേസ്ഡ് എക്കണോമി വന്നതോടുകൂടിയാണ് കാർ ഓടിക്കാൻ വെച്ചാൽ കാർ കമ്പനികളുടെ ഒരു ബഹളവും, പലതരം കാറുകൾ, റോഡുകൾ, കാർ ഓടിക്കാൻ റോഡുകൾ, എന്നാൽ എവിടെയെങ്കിലും എത്തുമോ അതുമില്ല. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് അതൊക്കെ വേറെ ചർച്ച വിഷയമായതുകൊണ്ട് പിന്നെ പറയണ്ട. അപ്പോൾ ഈ എണ്ണ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ ആശ്രയിക്കണം എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ പരിപാടികളിലും ഒന്നുമില്ലെങ്കിൽ സൗഹൃദപരമായിട്ട് അല്ലെങ്കിൽ അവരെ പാര വെച്ചിട്ടൊക്കെ ഇടപെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിലാണ്. ഇന്ത്യക്ക് എണ്ണ കിട്ടിയേ പറ്റൂ. അപ്പോൾ അമേരിക്കയാണെങ്കിൽ ആ വേറൊരു ഭൂഖണ്ഡമാണ്. അവിടെ നിന്ന് കപ്പലൊക്കെ പിടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവിധ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അടിയുണ്ടാക്കുക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. നമ്മുടെ ജൂതന്മാരെല്ലാം കൂട്ടക്കൊല ചെയ്ത് ഹിറ്റ്ലറും നാസികളും ഒക്കെയാണ്, അല്ലാണ്ട് മുസ്ലിംസോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ ഒന്നുമല്ല. അത് യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധത്ത് മില്യൺസ് ഓഫ് ജ്യൂസിനെ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിവിടെ 10 പേരെ പോയിട്ട് ഒരു കൊലപാതകം കണ്ടാൽ തന്നെ തലയിറങ്ങി വീഴുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളവർ. അപ്പോഴാണ് ഇവിടെ 100 കണക്കിനല്ല, 1000 കണക്കിനല്ല, 10,000 കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, മില്യൺസ് ഓഫ് ജ്യൂസിനെയാണ് പച്ചയൊടുക്കുന്നത്. കണക്കുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ഹിറ്റ്ലറും കുറേ നാസികൾ എന്ന് പറഞ്ഞൊരു അങ്ങനെയൊന്നും അല്ല. ക്രിസ്ത്യൻ നേഷനാണ് ജർമ്മനിയും നാസികളും ഒക്കെ. ക്രിസ്ത്യൻ നേഷൻസിൽ ഇത്രയും വെറുപ്പുണ്ടാകാതെ ഇത്രയും പേരെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഈ പള്ളിയിലവിടെ പോയി ബിഷപ്പും കക്ഷികളൊക്കെ ഇവർക്കൊന്നും പറയാൻ പറ്റില്ലേ യൂതന്മാരെ കൊല്ലണ്ടെന്ന് ഹിറ്റ്ലറോട്?
അതൊന്നുമല്ല, നമ്മളോട് പറയുന്നത് അതൊന്നുമല്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, ഞങ്ങൾ സ്നേഹിക്കാനാണ് പറയുന്നത്, ഞങ്ങളെ അവരടിച്ചു എന്നൊക്കെ പറയുക. പക്ഷെ എന്നാലും അതൊരു വർഗീയ ഇലകൾ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കഥനകഥകൾ നമുക്കറിയാം. ആനി ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ വ്യത്യാസമൊക്കെ സിനിമയായിട്ടുണ്ട്, നോവലായിട്ടുണ്ട്. അതിൻ്റെ ഓസ്വിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെയും ഒക്കെ മറ്റു ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പം വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ. അതിഭീകരമായ മനുഷ്യക്കുരുതിയല്ലേ അവിടെ നടന്നത്. ഇതൊക്കെ ചെയ്യാൻ ഇവർക്കേ പറ്റുള്ളൂ. എന്നിട്ടിപ്പോൾ ഈ 3 മരുഭൂമി മതങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗോത്ര സ്വഭാവം കാരണമാണ്. ഗോത്ര സ്വഭാവമുള്ള ഇതിപ്പോൾ ഏത് കക്ഷികളായാലും ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ മണിപ്പൂർ ഗോത്രീയ യുദ്ധങ്ങളാണ്. ഇപ്പം മഹാഭാരതം പോലെ ഒരു ഗോത്രീയ യുദ്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോത്ര ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ആധുനിക മനുഷ്യനായിട്ട് മാറാൻ ഇവർ സമ്മതിക്കില്ലല്ലോ ഈ കക്ഷികൾ. എന്നാൽ ഒരു ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടി എല്ലാവരും സഹകരിച്ച് ജീവിക്കുന്ന ഒരു നല്ല സമൂഹത്തിലേക്ക് വരാൻ ഇവർ തയ്യാറാവുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരികയാണ് വേണ്ടത്. അതിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ലോകം മുഴുവൻ തേനും പാലും ഒഴുക്കും ഞങ്ങൾ. തേനും പാലും ഒഴുക്കുന്ന വേറെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയി മദ്യം ഒഴുകും, മദ്യപ്പുഴ. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും അത് തന്നെയാണ്, തേനും പാലും ഒഴുകുന്ന സമത്വസുന്ദര ലോകം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചൈനയും ഇവരൊക്കെ ഇറങ്ങിയത്. അതിൻ്റെ നമുക്ക് കാണാനുണ്ട്. നോർത്ത് കൊറിയയിലെ കിങ് ജോങ് ഉൻ എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ തേനും പാലും ഒക്കെ ഒഴുകി സ്വയം അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ. അവിടെ ജനങ്ങൾക്ക് അവിടെ സ്ഥിതി കട്ടപ്പോകാന്ന് പറയാം. അത് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്കറിയാം പോൾ പോട്ട് ഇവിടുന്ന് പോയ സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ തലയോട്ടികൾ. പോൾ പോട്ട് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സമത്വസുന്ദരൻ കൊന്നിട്ട് ആൾക്കാരുടെ കഥകൾ, അവരുടെ തലയോട്ടികളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമത്വസുന്ദരന്മാരാണ് ഇവിടെ കുറേ രാജ്യങ്ങൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കണേ. മനുഷ്യർക്ക് ഭക്ഷണം കിട്ടിയിട്ട് പോലും ഭക്ഷണം പോലും ഇല്ലാതെ ആഫ്രിക്കയിൽ കുറേ പേര് വന്ന് നരയിക്കുന്നത്. ഈ ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയാഞ്ഞിട്ടില്ല. ഇവർക്കൊക്കെ ഭക്ഷണം കൂടുതൽ ഭക്ഷണം തിന്നതിൻ്റെ കുഴപ്പമാണെന്ന് വേണം പറയാൻ ഈ യുദ്ധങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യമാണ് ലോകത്തിലുള്ളപ്പോഴാണ് നമ്മുടെ ഇബ്രാഹിം റൈസി എന്ന ഇറാൻ പ്രസിഡൻറ്റ് ഹെലികോപ്റ്ററിൽ ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നത്. ഇത് തൊട്ട് മുമ്പ് ആരാണ് അങ്ങനെ വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സാണ്ടർ പുച്ചിനെ എതിർത്ത ഒരു മെർസനറി നേതാവുണ്ടായിരുന്നു. മെർസനറി എന്ന് പറഞ്ഞാൽ കൂലിപ്പടയെ വെച്ചിട്ടൊക്കെയാണ് പുച്ചിൻ യുദ്ധം ചെയ്യുന്നത്. ഗതികേട് നല്ലിക്കണേ. നമ്മുടെ യുദ്ധം ചെയ്യാൻ നമ്മൾ പൈസ കൊടുത്ത ആൾക്കാരെ വെച്ചിട്ട് അടിയിടാന്ന് പറയേണ്ട ഗതികേട്. എന്തിനു യുദ്ധം എന്ന് മനസ്സിലാവണില്ല. ഈഗോ, വേറൊന്നുമില്ല. ഒരു ടേബിളിൽ ഇരുന്ന് നമ്മുടെ പിണറായി വിജയൻ വിളിച്ചാൽ തന്നെ വന്നിരുന്ന് സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പുച്ചിനും ഉക്രൈൻ പ്രസിഡൻറ്റ് സെലൻസ്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വഴി പ്ലെയിനിൽ നിന്ന് ആകാശത്തു നിന്ന് ഇങ്ങനെ വീണ കക്ഷി അതിന് മുമ്പ് പുച്ചിനെ എതിർത്ത ഒരു കൂലിപ്പട നേതാവ്, അയാളുടെ പേര് വായിലൊക്കൊള്ളാത്തൊരു പേരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പോൾ ഇദ്ദേഹം മരിച്ചപ്പോൾ പൊതുവെ എല്ലാവരും സംശയിച്ചത് ഇസ്രയേലിനാണ്. ഇസ്രയേലുമായിട്ട് യുദ്ധം ഇപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇസ്രയേലുമായിട്ട് യുദ്ധം ഇറാൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട കക്ഷികളായിട്ട്. സുന്നികളെ ഇറാൻ കൊന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇസ്രയേൽ കയറി സുന്നികളിലെ ഒരു വിഭാഗമായിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഹമാസുകാർ. അവർ കൊണ്ടുപോയിട്ട് ഇസ്രയേലിൽ പോയി കുറേ പേരെ പിടിച്ചുകൊണ്ട് പോയി പെണ്ണുങ്ങളൊക്കെ ബലാത്സംഗം ചെയ്ത് ആളെ കൊല്ലുകയൊക്കെ ചെയ്ത്. ആ സമയത്ത് ഇസ്രയേൽ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇസ്രയേൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്കിപ്പോൾ മുഴുവൻ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, ടണലുകൾ. എന്നിട്ട് അതിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് ഈ ഹമാസുകാർ സർവ്വസജ്ജമായിട്ട് ഇവർ പിടിച്ചുകൊണ്ട് എവിടെയോ കൊണ്ടുപോയി നിഷ്കരണം കൊല്ലുകയൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചോളം തിരിച്ചടിക്കാതെ പറ്റുമല്ലോ. അവർ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഇവർ ഹമാസുകാർ ഓടി ഒളിക്കുക. അവർ ഓരോ നേതാക്കന്മാർ ഒരു സുന്ദര സുഖത്തിൽ ഒമാനിലോ ഒക്കെ ഖത്തറിലൊക്കെ ഇരുന്ന് ഒക്കെയാണ്. അവരെ അണികളാണ് ഈ പറഞ്ഞ് തിരിച്ചടി വന്നപ്പം 1-10 എന്നുള്ള നിലയ്ക്ക് ഇസ്രായേൽ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി ഗാസയിൽ.
ഇപ്പോൾ വേറെയും ആ യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവരെല്ലാം കൂടെ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് ഓടുമ്പോൾ ഈജിപ്റ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്നതന്നെയില്ല അഭയാർത്ഥികളെ. അതൊക്കെ ഈ പറഞ്ഞ പോലെ സുന്നി ഷിയൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷേ തിരിച്ചടി ഇപ്പോൾ ഇവരെ ഓടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം അവരെ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ അങ്ങനെ അഭയം ചോദിച്ചുകൊണ്ട് ചെന്നാലൊന്നും സ്വീകരിക്കുകയൊന്നുമില്ല. സൗദി അറേബ്യ ഒന്നും സ്വീകരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സുന്നി മുസ്ലിംസിനെ കൊന്ന് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷിയ ടെററിസ്റ്റ് കക്ഷികൾ പാകിസ്ഥാനിലും മറ്റും. അപ്പോഴാണ് ഇസ്രയേൽ വന്ന് ഇവരെ അടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊല്ലുന്ന വേറെ നിങ്ങൾ കൊല്ലുന്ന വേറെ എന്നുള്ള മട്ടിലായി ഇപ്പോൾ ഷിയ സുന്നി അവർ തമ്മിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന് നേരെയായി. അപ്പോൾ ഇവർ അങ്ങനെ അവർ തമ്മിൽ ഐക്യമായി ഷിയ സുന്നി തമ്മിൽ ഈ കാര്യത്തിൽ ഇസ്രയേലിനെ അടിക്കാൻ കാര്യത്തിൽ. ഇസ്രയേലാണെങ്കിൽ ആര് വന്നാലും ശരി തിരിച്ചടിക്കാമെന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റെയ്സി താഴെ വീഴുന്നത്. അപ്പോൾ റെയ്സി താഴെ വീണപ്പോൾ എല്ലാവരും ചത്തത് കീച്ചക്കനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ മാതിരി അവിടെ ഇപ്പം റെയ്സിയെ കൊല്ലാൻ മിടുക്കുള്ള രക്ഷികൾ നമ്മുടെ ഇസ്രയേൽ തന്നെയാണ്. അപ്പോൾ അവർ തന്നെ ആയിരിക്കും എന്നുള്ള സംശയം ത്തിലിങ്ങനെ പറയുന്നതോട് ഇപ്പോൾ ഇസ്രയേൽ വഴി ഞങ്ങളൊന്നുമല്ല ആണെങ്കിൽ ഞങ്ങൾ പറയും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആരും ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയും ഈ പറഞ്ഞ പോലെ ഈ പതാക താത്തി മരിച്ച റെയ്സിയോട് ഇറാനോടുമെല്ലാം ആദരസൂചകം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം കുറച്ച് ഇഞ്ചി അടിച്ചിരിക്കുകയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ അമേരിക്ക സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് ബിൻ ലാഡനെ കൊന്നത് കണ്ടപ്പോൾ കിട്ടിയ ഐഡിയയാണ് നമ്മുടെ ഡോവലും ഇവരെല്ലാം കൂടി ഇവിടെ വന്നിട്ട് അടിച്ചിട്ട് ഓടുന്ന കുറേ ടെററിസ്റ്റുകളുണ്ട്. പാകിസ്ഥാനിൽ ചെന്ന് ഇവിടെ വന്ന് ബോംബൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ കൂട്ടുകൊലയൊക്കെ ചെയ്ത് AK-47 വെച്ച് ഇവിടെ വെടി വെച്ചിട്ട് ഓടി അതിർത്തിക്ക് അപ്പുറേക്ക് പോകും, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ ബർമയിലേക്ക്. ഈ കള്ളന്മാരെ ശരിയാക്കാമല്ലോ, സർജിക്കൽ സ്ട്രൈക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണലിസ്റ്റ് സ്പിരിറ്റുള്ള ഒരു ഇതാണല്ലോ BJP സർക്കാർ. അവർ ഈ പറഞ്ഞ മാതിരി ഇവരുടെ പറയെ പോയി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് ഈ ടെററിസ്റ്റുകളെ അവിടെ തന്നെ തട്ടിക്കൊണ്ടിരുന്നു. 10-20 വരെ നേതാക്കന്മാർ ഇപ്പം തന്നെ അജ്ഞാതൻ പാകിസ്ഥാനിൽ കൊന്നിട്ടുണ്ട്. ബർമയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഇവിടെ വന്ന് കുറേ പേരെ കൊന്നിട്ട് ഓടിപ്പോയ കക്ഷികളെ അവിടെ ചെന്ന് കൃത്യമായ സർജിക്കലായിട്ട് പ്രിസിഷനിൽ ബോംബിട്ട് കൊന്നു. അതിർത്തി കടന്നും യുദ്ധം ചെയ്യാൻ കഴിയും ഇന്ത്യക്ക് എന്നുള്ളത് തെളിയിച്ചു. ഇങ്ങോട്ട് അടിച്ചാൽ വിടൂല എന്നുള്ളത് യുദ്ധമെങ്കിൽ യുദ്ധം. റെയ്സി ഒരുപാട് പേരെ കൊന്നിട്ടുള്ളതായിട്ടാണ് റെയ്സിക്കെതിരായിട്ടുള്ള വിമർശകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ കേസ് നമുക്കറിയാം, ഹിജാബ് ഇട്ടില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അവിടുത്തെ മത പോലീസ് ഷിയ മുസ്ലിംസ് എന്നുള്ളതാണ് ഇറാനിൽ ഭൂരിപക്ഷം. അവരാണ് റെയ്സി, ഇവരൊക്കെ അവരുടെ ഭരണകൂടമാണ് റെയ്സിയുടെ. അപ്പോൾ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മത പോലീസ് എന്ന് പറഞ്ഞിട്ട് ഹിജാബൊക്കെ ഇടാത്ത പെണ്ണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോവുക, ഇടി കൊടുക്കുക, അതൊക്കെയാണ് ഇവരുടെ പരിപാടി. മതനിയമങ്ങൾ അവരെ കൃത്യമായി നടപ്പിലാക്കുക. അതുപോലെ ഇറാൻ നമ്മളിപ്പോൾ പാകിസ്ഥാനിൽ ഷിയ പള്ളികളിൽ ബോംബിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അപ്പോൾ വായിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഒരു സ്കൂൾ ഒരു ബോംബിട്ട് തകർത്തു, ഒരുപാട് കുട്ടികൾ മരിച്ചതായിട്ട് ഒരിക്കൽ റിപ്പോർട്ട് വന്നു. അത് വളരെ ദാരുണമായ സംഭവമായിട്ടാണ് മനസ്സിലായത്. ഷിയ സുന്നി മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വെള്ളപ്പള്ളിയും സുമാരനാരും തമ്മിലുള്ള വഴക്ക് പോലെയൊന്നും അല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചീത്ത പറയുക ഒക്കെ ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കും. മറ്റേതല്ല, സാക്ഷാൽ ബോംബാണ് ഇടുന്നത്, കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും അവർക്ക് മടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ശത്രുക്കളാണ് അവർ തമ്മിൽ. അപ്പോൾ അവർ അവിടെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാനിലൊക്കെ. അപ്പോൾ അതിലൊക്കെ ഇറാൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് അവരൊക്കെയാണല്ലോ. ലോകത്തുള്ള എല്ലാ ഷിയകളെയും രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ സ്ട്രോങ് ആയിട്ടുള്ള നേഷൻസ്. അപ്പോൾ ഇത് ഇറാൻ മുസ്ലിം രാജ്യമായത് പിടിച്ചെടുത്തിട്ടാണ്.
ഒരു ഷാ റസ പഹ്ലവി എന്ന് പറഞ്ഞൊരു മതേതരനായൊരു ആളായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നവിടെ ഹിജാബൊന്നും വേണ്ട, പെണ്ണുങ്ങൾ ഹിജാബൊന്നും ഇടൊന്നും വേണ്ട, ഇങ്ങനത്തെ അടുത്ത നിയമങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി വെസ്റ്റേണൈസ്ഡ് സംസ്കാരമായിരുന്നു. അവരെല്ലാം വെച്ചിട്ടാണ് ഇവരും മത നേതാക്കൾ കയറി പിടിച്ചെടുത്തിട്ട് അയത്തുള്ള ഖൊമേനിയും കൂട്ടരെല്ലാം കൂടി നേട്ടി. അപ്പം ലോകത്തുള്ള എല്ലാ ഷിയ സുന്നി എന്ന പറയിൽ ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഏതെങ്കിലും ബോംബൊക്കെ പൊട്ടിയാൽ നമ്മൾ കേൾക്കാം ഹിസ്ബുൾ മുജാഹിദ് എന്ന സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും സംഘർഷങ്ങളാണ് അവർ. മുസ്ലിങ്ങളോട് വെറുപ്പ്, ഷിയകൾക്ക് സുന്നികളോട് വെറുപ്പ്, സുന്നികൾക്ക് ഷിയകളോട് വെറുപ്പ്, പിന്നെ ഇവർക്ക് രണ്ട് കൂട്ടർക്കും കൂടി ജൂതന്മാരോട് വെറുപ്പ്, പിന്നെ മുസ്ലിം മതം ഒക്കെ എല്ലാവരോടും വെറുപ്പ്, ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും എല്ലാം വെറുപ്പ്. ഇങ്ങനെ വെറുപ്പിൻ്റെ ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അതായത് ആഘോഷിച്ചവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, അവർ പറഞ്ഞവർ ആയുധങ്ങളൊക്കെ കൊണ്ട് ആളെ കൊല്ലുക, ശിക്ഷിക്കുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ശരിയ അനുസരിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് ഭയങ്കര വധശിക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് അഡൾട്ടറി എന്ന് പറഞ്ഞത് അതിപ്പോൾ പഴയ പുസ്തകം ബൈബിള് നോക്കിയാലും ഇതൊക്കെ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഖുർആനിലും അത് മരുഭൂമി മതങ്ങളുടെ എല്ലാം പൊതുവായ സ്വഭാവമാണ്. പെണ്ണുങ്ങൾ എന്താ പറയുക, കല്യാണം കഴിച്ച് അടങ്ങി മര്യാദയ്ക്ക് ഇരുന്ന് അത് അപ്പുറത്ത് വേറെ ആണുങ്ങളുടെ കൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഭയങ്കര ശിക്ഷയാണത്. പിന്നെ കൈ വെട്ടുക, എറിഞ്ഞു കൊല്ലുക, അതുപോലെ പല വിധത്തിലെ കൊലപാതകങ്ങൾ ഒക്കെയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാമല്ലോ. ഇവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്ക് ഈ എണ്ണ ഉണ്ടായതുകൊണ്ട് അവരെ ആശ്രയിക്കാതെ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല. എണ്ണ മുഴുവൻ അവർ അതിൻ്റെ കീഴിലായതുകൊണ്ട് ഇന്ത്യക്കും അവരെ ആശ്രയിച്ച് അവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ 70കളിലാണ് ഈ കാറ് ഇല്ലാണ്ട് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായത്. അപ്പോൾ കാർ ഓടണം, അതുപോലെ ഗ്യാസ് വേണം, മറ്റേ നമുക്ക് അടുപ്പൊക്കെ മതി. ഈ ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യണ്ട. ഇത് അമേരിക്കൻ സ്റ്റൈലിൽ കാർ ബേസ്ഡ് എക്കണോമി വന്നതോടുകൂടിയാണ് കാർ ഓടിക്കാൻ വെച്ചാൽ കാർ കമ്പനികളുടെ ഒരു ബഹളവും, പലതരം കാറുകൾ, റോഡുകൾ, കാർ ഓടിക്കാൻ റോഡുകൾ, എന്നാൽ എവിടെയെങ്കിലും എത്തുമോ അതുമില്ല. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് അതൊക്കെ വേറെ ചർച്ച വിഷയമായതുകൊണ്ട് പിന്നെ പറയണ്ട. അപ്പോൾ ഈ എണ്ണ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ ആശ്രയിക്കണം എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ പരിപാടികളിലും ഒന്നുമില്ലെങ്കിൽ സൗഹൃദപരമായിട്ട് അല്ലെങ്കിൽ അവരെ പാര വെച്ചിട്ടൊക്കെ ഇടപെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിലാണ്. ഇന്ത്യക്ക് എണ്ണ കിട്ടിയേ പറ്റൂ. അപ്പോൾ അമേരിക്കയാണെങ്കിൽ ആ വേറൊരു ഭൂഖണ്ഡമാണ്. അവിടെ നിന്ന് കപ്പലൊക്കെ പിടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവിധ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അടിയുണ്ടാക്കുക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. നമ്മുടെ ജൂതന്മാരെല്ലാം കൂട്ടക്കൊല ചെയ്ത് ഹിറ്റ്ലറും നാസികളും ഒക്കെയാണ്, അല്ലാണ്ട് മുസ്ലിംസോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ ഒന്നുമല്ല. അത് യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധത്ത് മില്യൺസ് ഓഫ് ജ്യൂസിനെ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിവിടെ 10 പേരെ പോയിട്ട് ഒരു കൊലപാതകം കണ്ടാൽ തന്നെ തലയിറങ്ങി വീഴുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളവർ. അപ്പോഴാണ് ഇവിടെ 100 കണക്കിനല്ല, 1000 കണക്കിനല്ല, 10,000 ലക്ഷക്കണക്കിനല്ല, മില്യൺസ് ഓഫ് ജ്യൂസിനെയാണ് പച്ചയോട് കൊന്നത്. കണക്കിലുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ഹിറ്റ്ലറും കുറേ നാസികൾ എന്ന് പറഞ്ഞൊരു അങ്ങനെയൊന്നും അല്ല. ക്രിസ്ത്യൻ നേഷനാണ് ജർമ്മനിയും നാസികളും ഒക്കെ. ക്രിസ്ത്യൻ നേഷൻസിൽ ഇത്രയും വെറുപ്പുണ്ടാകാതെ ഇത്രയും പേരെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഈ പള്ളിയിലവിടെ പോയി ബിഷപ്പും കക്ഷികളൊക്കെ ഇവർക്കൊന്നും പറയാൻ പറ്റില്ലേ യൂതന്മാരെ കൊല്ലണ്ടെന്ന് ഹിറ്റ്ലറോട്? അതൊന്നുമല്ല, നമ്മളോട് പറയുന്നത് അതൊന്നുമല്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, ഞങ്ങൾ സ്നേഹിക്കാനാണ് പറയുന്നത്, ഞങ്ങളെ അവരടിച്ചു എന്നൊക്കെ പറയുക. പക്ഷെ എന്നാലും അതൊരു വർഗീയ ഇലകൾ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കഥനകഥകൾ നമുക്കറിയാം. ആനി ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ വ്യത്യാസമൊക്കെ സിനിമയായിട്ടുണ്ട്, നോവലായിട്ടുണ്ട്. അതിൻ്റെ ഓസ്വിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെയും ഒക്കെ മറ്റു ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പം വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ. അതിഭീകരമായ
മനുഷ്യക്കുരുതിയല്ലേ ഇവിടെ നടന്നത്. അതൊക്കെ ചെയ്യാൻ ഇവർക്കേ പറ്റുള്ളൂ. എന്നിട്ടിപ്പോൾ ഈ 3 മരുഭൂമി മതങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗോത്ര സ്വഭാവം കാരണമാണ്. ഗോത്ര സ്വഭാവമുള്ള ഇതിപ്പോൾ ഏത് കക്ഷികളായാലും ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ മണിപ്പൂർ ഗോത്രീയ യുദ്ധങ്ങളാണ്. ഇപ്പം മഹാഭാരതം പോലെ ഒരു ഗോത്രീയ യുദ്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോത്ര ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ആധുനിക മനുഷ്യനായിട്ട് മാറാൻ ഇവർ സമ്മതിക്കില്ലല്ലോ ഈ കക്ഷികൾ. എന്നാൽ ഒരു ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടിയും എല്ലാവരും സഹകരിച്ച് ജീവിക്കുന്ന ഒരു നല്ല സമൂഹം ഇതിലേക്ക് വരാൻ ഇവർ തയ്യാറാവുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരികയാണ് വേണ്ടത്. അതിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ലോകം മുഴുവൻ തേനും പാലും ഒഴുക്കും ഞങ്ങൾ. തേനും പാലും ഒഴുക്കുന്ന വേറെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയി മദ്യം ഒഴുകും, മദ്യപ്പുഴ. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും അത് തന്നെയാണ്, തേനും പാലും ഒഴുകുന്ന സമത്വസുന്ദര ലോകം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചൈനയും ഇവരൊക്കെ ഇറങ്ങിയത്. അതിൻ്റെ നമുക്ക് കാണാനുണ്ട്. നോർത്ത് കൊറിയയിലെ കിങ് ജോങ് ഉൻ എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ തേനും പാലും ഒക്കെ ഒഴുകി സ്വയം അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ. അവിടെ ജനങ്ങൾക്ക് അവിടെ സ്ഥിതി കട്ടപ്പുകയെന്ന് പറയാം. അത് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്കറിയാം പോൾപോട്ട് ഇവിടുന്ന് പോയ സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ തലയോട്ടികൾ. പോൾപോട്ട് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സമത്വസുന്ദരൻ കൊന്നിട്ട് ആൾക്കാരുടെ കഥകൾ അവരുടെ തലയോട്ടികളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമത്വസുന്ദരന്മാരാണ് ഇവിടെ കുറേ രാജ്യങ്ങൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കണേ. മനുഷ്യർക്ക് ഭക്ഷണം കിട്ടിയിട്ട് പോലും ഭക്ഷണം പോലും ഇല്ലാതെ ആഫ്രിക്കയിൽ കുറേ പേര് വന്ന് അലയിക്കുന്നത്. ഈ ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയാനിട്ടില്ല. ഇവർക്കൊക്കെ ഭക്ഷണം കൂടുതൽ ഭക്ഷണം തിന്നതിൻ്റെ കുഴപ്പമാണെന്ന് വേണം പറയാൻ ഈ യുദ്ധങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യമാണ് ലോകത്തിലുള്ളപ്പോഴാണ് നമ്മുടെ ഇബ്രാഹിം റൈസി എന്ന ഇറാൻ പ്രസിഡൻറ്റ് ഹെലികോപ്റ്ററിൽ ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നത്. ഇത് തൊട്ട് മുമ്പ് ആരാണ് അങ്ങനെ വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സാണ്ടർ പുച്ചിനെ എതിർത്ത ഒരു മെർസനറി നേതാവുണ്ടായിരുന്നു. മെർസനറി എന്ന് പറഞ്ഞാൽ കൂലിപ്പടയെ വെച്ചിട്ടൊക്കെയാണ് പുച്ചിൻ യുദ്ധം ചെയ്യുന്നത്. ഗതികേട് നല്ലേക്കണേ. നമ്മുടെ യുദ്ധം ചെയ്യാൻ നമ്മൾ പൈസ കൊടുത്ത ആൾക്കാരെ വെച്ചിട്ട് അടിയിടാന്ന് പറയേണ്ട ഗതികേട്. എന്തിനു യുദ്ധം എന്ന് മനസ്സിലാവണില്ല. ഈഗോ, വേറൊന്നുമില്ല. ഒരു ടേബിളിൽ ഇരുന്ന് നമ്മുടെ പിണറായി വിജയൻ വിളിച്ചാൽ തന്നെ വന്നിരുന്ന് സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പുച്ചിനും ഉക്രൈൻ പ്രസിഡൻറ്റ് സെലൻസ്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വഴി പ്ലെയിനിൽ നിന്ന് ആകാശത്തു നിന്ന് ഇങ്ങനെ വീണ കക്ഷി അതിന് മുമ്പ് പുച്ചിനെ എതിർത്ത ഒരു കൂലിപ്പട നേതാവ്, ഇയാളുടെ പേര് വായിലൊക്കൊള്ളാത്തൊരു പേരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പോൾ ഇദ്ദേഹം മരിച്ചപ്പോൾ പൊതുവെ എല്ലാവരും സംശയിച്ചത് ഇസ്രയേലിനാണ്. ഇസ്രയേലുമായിട്ട് യുദ്ധം ഇപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇസ്രയേലുമായിട്ട് യുദ്ധം ഇറാൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട കക്ഷികളായിട്ട്. സുന്നികളെ ഇറാൻ കൊന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇസ്രയേൽ കയറി സുന്നികളിലെ ഒരു വിഭാഗമായിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഹമാസുകാർ. അവർ കൊണ്ടുപോയിട്ട് ഇസ്രയേലിൽ പോയി കുറേ പേരെ പിടിച്ചുകൊണ്ട് പോയി പെണ്ണുങ്ങളൊക്കെ ബലാത്സംഗം ചെയ്ത് ആളെ കൊല്ലുകയൊക്കെ ചെയ്ത്. ആ സമയത്ത് ഇസ്രയേൽ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇസ്രയേൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്കിപ്പോൾ മുഴുവൻ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, ടണലുകൾ. എന്നിട്ട് അതിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് ഈ ഹമാസുകാർ സർവ്വസജ്ജമായിട്ട് ഇവർ പിടിച്ചുകൊണ്ട് എവിടെയോ കൊണ്ടുപോയി നിഷ്കരണം കൊല്ലുകയൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചോളം തിരിച്ചടിക്കാതെ പറ്റുമല്ലോ. അവർ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഇവർ ഹമാസുകാർ ഓടി വിളിക്കുക. അവർ ഓരോ നേതാക്കന്മാർ ഒരു സുന്ദര സുഖത്തിൽ ഒമാനിലോ ഒക്കെ ഖത്തറിലൊക്കെ ഇരുന്ന് ഒക്കെയാണ്. അവരുടെ അണികളാണ് ഈ പറഞ്ഞ് തിരിച്ചടി വന്നപ്പം 1-10 എന്നുള്ള നിലയ്ക്ക് ഇസ്രയേൽ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി ഗാസയിൽ. ഇപ്പോൾ വേറെയും ആ യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവരെല്ലാം കൂടെ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് ഓടുമ്പോൾ ഈജിപ്റ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്നതന്നെയില്ല അഭയാർത്ഥികളെ. അതൊക്കെ ഈ പറഞ്ഞ പോലെ സുന്നി ഷിയൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷേ തിരിച്ചടി ഇപ്പോൾ ഇവരെ ഓടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ഭയങ്കര സ്നേഹമാണ്. പക്ഷേ അങ്ങനെ അഭയം ചോദിച്ചുകൊണ്ട് ചെന്നാലൊന്നും സ്വീകരിക്കുകയൊന്നുമില്ല. സൗദി അറേബ്യ ഒന്നും സ്വീകരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സുന്നി മുസ്ലിംസിനെ കൊന്ന് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷിയ ടെററിസ്റ്റ് കക്ഷികൾ.
പാകിസ്ഥാനിലും പറ്റും. അപ്പോഴാണ് ഇസ്രയേൽ വന്ന് ഇവരെ അടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊല്ലുന്ന വേറെ, നിങ്ങൾ കൊല്ലുന്ന വേറെ എന്നുള്ള മട്ടിലായി ഇപ്പോൾ ഷിയ സുന്നി അവർ തമ്മിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന് നേരെയായി. അപ്പോൾ ഇവർ അങ്ങനെ അവർ തമ്മിൽ ഐക്യമായി, ഷിയ സുന്നി തമ്മിൽ ഈ കാര്യത്തിൽ, ഇസ്രയേലിനെ അടിക്കാൻ കാര്യത്തിൽ. ഇസ്രയേലാണെങ്കിൽ ആര് വന്നാലും ശരി തിരിച്ചടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റെയ്സി താഴെ വീഴുന്നത്. അപ്പോൾ റെയ്സി താഴെ വീണപ്പോൾ എല്ലാവരും ചത്തത് കീച്ചക്കനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ മാതിരി അവിടെ ഇപ്പം റെയ്സിയെ കൊല്ലാൻ മിടുക്കുള്ള റഷ്യകൾ നമ്മുടെ ഇസ്രയേൽ തന്നെയാണ്. അപ്പോൾ അവർ തന്നെ ആയിരിക്കും എന്നുള്ള സംശയം ത്തിലിങ്ങനെ പറയുന്നതോട് ഇപ്പോൾ ഇസ്രയേൽ വഴി ഞങ്ങളൊന്നുമല്ല, ആണെങ്കിൽ ഞങ്ങൾ പറയും. അപ്പോൾ തൽക്കാലം ആരും ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയും ഈ പറഞ്ഞ ഈ പതാക താത്തി മരിച്ച റെയ്സിയോട് ഇറാനോടുമെല്ലാം ആദരസൂചകം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം കുറച്ച് ഇഞ്ചി അടിച്ചിരിക്കുകയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ അമേരിക്ക സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് ബിൻ ലാഡനെ കൊന്നത് കണ്ടപ്പോൾ കിട്ടിയ ഐഡിയയാണ് നമ്മുടെ ഡോവലും ഇവരെല്ലാം കൂടി ഇവിടെ വന്നിട്ട് അടിച്ചിട്ട് ഓടുന്ന കുറേ ടെററിസ്റ്റുകളുണ്ട്. പാകിസ്ഥാനിൽ ചെന്ന് ഇവിടെ വന്ന് ബോംബൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ കൂട്ടുകൊലയൊക്കെ ചെയ്ത് AK-47 വെച്ച് ഇവിടെ വെടിവെച്ചിട്ട് ഓടി അതിർത്തിക്ക് അപ്പുറേക്ക് പോകും, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ ബർമയിലേക്ക്. ഈ കള്ളന്മാരെ ശരിയാക്കാമല്ലോ, സർജിക്കൽ സ്ട്രൈക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണലിസ്റ്റ് സ്പിരിറ്റുള്ള ഒരു ഇതാണല്ലോ BJP സർക്കാർ. അവർ ഈ പറഞ്ഞ മാതിരി ഇവരുടെ പറയെ പോയി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് ഈ ടെററിസ്റ്റുകളെ അവിടെ തന്നെ തട്ടിക്കൊണ്ടിരുന്നു. 10-20 വരെ നേതാക്കന്മാർ ഇപ്പം തന്നെ അജ്ഞാതൻ പാകിസ്ഥാനിൽ കൊന്നിട്ടുണ്ട്. ബർമയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഇവിടെ വന്ന് കുറേ പേരെ കൊന്നിട്ട് ഓടിപ്പോയ കക്ഷികളെ അവിടെ ചെന്ന് കൃത്യമായ നമ്മളവൻ്റെ തൊലി വെളുത്തവനെ ഒന്നും അല്ലല്ലോ തട്ടിയത്, പഴയ അല്ല കന്നഡിയ. ഇവിടുന്ന് ഒളിച്ചിട്ട് അവൻ പിടിച്ച് സിറ്റിസൺഷിപ്പ് കൊടുത്ത തന്നെയാണ് ഒരു സർദാറിനെയാണ് ഇന്ത്യ തട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെ തട്ടി ഏതായാലും സംഗതി വളരെ നയന്ത്രമൊക്കെ കുറച്ച് കുറവായിട്ട് ഒരു ഇഞ്ചി അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യ. ഒക്കെ നേരെയാവുമെന്ന് വിചാരിക്കാം. കുറേ 2-3 ഇന്ത്യക്കാരെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, ഇയാളെ കൊന്നെന്നും പറഞ്ഞിട്ട് കുറേ തെളിവൊക്കെ അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ അയ്യോ ഞങ്ങളങ്ങനെ കണ്ടവരൊക്കെ കൊല്ലുന്നവരല്ലേ എന്നുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. റെയ്സിക്ക് വേണ്ടി നമ്മൾ പതാക താത്തി കെട്ടി ആദരവൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇനിയിപ്പം ഇന്ത്യക്ക് പാര വയ്ക്കുന്ന ഇവിടെയുള്ള ടെററിസ്റ്റുകൾക്കെല്ലാം ഫണ്ടിങ്ങൊക്കെ നടത്തുന്ന വേറെ ചങ്ങാതി അവിടെ ഉണ്ട്, എർഡോഗൻ. അയാളൊക്കെ ഇങ്ങനത്തെ ടൈപ്പാണ്, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ് ക്രിസ്തുവാന്ന് തോന്നുന്നു. അതായാലും ആരാ പറഞ്ഞെന്നറിയില്ല. എന്നാലും ഇവനൊക്കെ ഇന്നോ നാളെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നമ്മൾ പതാക താത്തി കിട്ടാൻ നടക്കേണ്ട ഒരവസ്ഥ. പണ്ട് നമ്മുടെ ഹമാസിൻ്റെ നേതാവ് യാസർ അറാഫത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി അനുഭവിച്ച ത്യാഗങ്ങൾ കുറേ കൂടുതലാണ്. ഒരുപാട് പുള്ളിനെ ഹീറോ ഒക്കെ വെച്ചിട്ട് പുള്ളി പറഞ്ഞ ഒരു വിമാനമൊക്കെ തട്ടിക്കൊണ്ടുപോയി അന്ന കാലത്ത് ടെററിസ്റ്റാണ്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ എല്ലാവരെയും ആ പഴയ ശീതസമരക്കാലത്ത് ഒന്നുമില്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കണം അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കണം എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്നൊന്നും മാറിയിട്ടൊന്നുമില്ല. നമുക്ക് എല്ലാവരും വേണം. ഏതായാലും കുറച്ചൊന്ന് അമേരിക്കയിൽ നിന്ന് ഉന്തി മാറ്റി നിൽക്കുകയാണ്. ഡോളറിനെ ആശ്രയിക്കാതെ റഷ്യയിൽ നിന്ന് നേരിട്ട് റുപ്പി ട്രേഡ് പ്രകാരം എണ്ണ ഇറക്കുമതി ചെയ്തു. അമേരിക്ക അവിടെ ഇങ്ങനെ പല്ലും കഴിച്ച് നോക്കിയെന്നല്ലാണ്ടേ നഖം കഴിച്ചിട്ടേ അവൻ്റെ ഡോളർ വേണ്ട, അതിൻ്റെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുവഴിയാണ് അന്താരാഷ്ട്ര ഡോളർ വിനിമയമൊക്കെ വരച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട, ഞങ്ങൾ രൂപയും റൂബിളും തമ്മിൽ ആയിക്കോളാമെന്ന് പറഞ്ഞ് ഡോളറിനെ പൊളിക്കുന്ന ഒരു നടപടിയാണ് ഇന്ത്യ എടുത്തത്. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കലിപ്പാണ് ഈ ട്രൂഡോയിൽ കൂടെയൊക്കെ കാണിക്കുന്നത്. അവർ അമേരിക്കയിലെ വെള്ളക്കാരെ സായിപ്പന്മാർ പഴയകാലത്ത് ആ ഒരു മനോഭാവമാണ്, കൊളോണിയൽ മനോഭാവം ഉണ്ടല്ലോ, അതാണ് ഇന്ത്യയോട് കാണിക്കുന്നത് ഇപ്പം. ഏതായാലും റെയ്സി മരിച്ചു. ഇന്ത്യ തൽക്കാലം നല്ല പിള്ള ആവാനൊക്കെ ആയിട്ട് ഒരു നയതന്ത്രപരമായിട്ട് ദുഃഖാചരണമൊക്കെ നടത്തുന്നു. റെയ്സി കുറേ ചെയ്ത ചില
മനുഷ്യാവകാശ വിരുദ്ധ നടപടികളൊക്കെ ഇന്ത്യ കണ്ണടച്ച് അതിലൊന്നും മൊറൽ അത് ഏറ്റുപിടിക്കാണ്ട് അതവരുടെ കാര്യം എന്നുള്ള രീതിയിലാണ് ഒരുപാട് സ്ത്രീകളെ ഒക്കെ കൊന്നിട്ടുണ്ട് ആ ഹിജാബ് ഇതിൽ റൈസി. കുറേ ദുഷ്ടത്തരം കാണിച്ച മനുഷ്യനാണ്. പക്ഷേ ഇന്ത്യ അതൊന്നും മൈൻഡ് ചെയ്യാനില്ല. കാരണം വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഞങ്ങളൊക്കെ എന്ന് പറയേണ്ട അത് നിങ്ങളുടെ കാര്യം എന്നുള്ള മട്ടിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ആവശ്യമില്ലാത്തതിൽ കയറി പിടിക്കേണ്ടതെന്ന് വെച്ചിട്ട്. അത് തന്നെ ഉക്രൈൻ റഷ്യയിലും ഇന്ത്യ വിളിച്ചത്. ഇന്ത്യക്ക് യുക്രൈനോട് ഒരു ശത്രുതയില്ല. പക്ഷേ റഷ്യക്ക് കൂടെ നിൽക്കേണ്ടി വരുന്നു. കാരണം റഷ്യ എല്ലാ കാലത്തും ഇന്ത്യക്ക് കൂടെ നിന്ന ഒരു സുഹൃത്താണ്. അപ്പം ഈ പുടിൻ എന്നുള്ള ചങ്ങാതിയുടെ താളത്തിനൊത്ത് തുള്ളുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല ഇന്ത്യക്ക്. അയാളോട് പറഞ്ഞു യുദ്ധം ചെയ്യല്ലേ. അയാൾ കേൾക്കണ്ടേ. അയാൾ ഈ പറഞ്ഞൊരു ഈഗോ മാനിയാക്കാണ്. പുള്ളിക്ക് ഉക്രൈനെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര സാധു മനുഷ്യരാണ് റഷ്യയിലെ ലോകത്തെല്ലായിടത്തും സാധാരണ മനുഷ്യർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരും ഒക്കെ അവനെല്ലാം പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടാണ് ഈ കുറേ കക്ഷികൾ യുദ്ധം ചെയ്യുന്നത്. പിന്നെ കുറേ മതം എന്ന് പറഞ്ഞിട്ട് കുറേ നിയമങ്ങളും ഒക്കെ വെച്ചിട്ട് അതും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുക. 5 പൈസയുടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റിയൊരു ഒരു ഇതാണ് മതം. ഒരു ബുക്കുണ്ടെങ്കിൽ 2-3 ബുക്കുകളുണ്ട്, വേറെ ബുക്കുകൾ വേണമെങ്കിൽ ഉണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു സഭയൊക്കെ ഉണ്ടാക്കിയാൽ കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ചൊരാൾ മരിച്ചില്ലയോ, അദ്ദേഹത്തിനെ കുറിച്ചിപ്പം എന്താ പറയുന്നത്, മതപരമായിട്ട് വലിയൊരു സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞാലേ ഒന്നുമില്ലാതെ